ഗർഭപാത്രത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുന്ന അസുഖമാണ്, ജീനിന്റെ പ്രശ്നമാണ്. ആ അസുഖം മാറണമെങ്കിൽ ചാൻസ് കുറവാണെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മിറാക്കിൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ നടന്നാലേ ഉള്ളൂ. മുറിവുകളാണ് ബുദ്ധിമുട്ട്. ഇത് പൊള്ളി കൊമളിക്കുമാതിരി കൊമളിച്ചിട്ട് ചില കൊമളയിൽ വെള്ളമായിരിക്കും, ചിലതിൽ പഴുപ്പായിരിക്കും, ചിലതിൽ ബ്ലഡ് ആയിരിക്കും. അപ്പൊ അത് തന്നെ പൊട്ടും. അങ്ങനെയാണ് മുറിവുകൾ ഉണ്ടാവുന്നത് ബേസിക്കലി. ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദന ആണെങ്കിൽ മാത്രമേ കരയുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുകയോ ഒക്കെ ചെയ്യാറുള്ളൂ. കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാ ഈശോയേ, ഈശോയേ, ആശ്വാസം നീയല്ലോ. പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴെങ്കിലും കരഞ്ഞ് എനിക്ക് എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥ തന്നത് എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്ക് വന്നുപോയി, അസുഖം വന്നുപോയി, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. കഴുത്തിന് മേൽ വെള്ളം വന്ന തലയ്ക്ക് മേലെ തോന്നിയെന്ന് പറഞ്ഞ പോലെ അത് ബാക്കി നോക്കും, അത്ര. വേദനയൊക്കെ എന്തെങ്കിലും വരുമ്പോ ആശുപത്രിയിലൊക്കെ പോവാ, അതൊന്നും പറ്റില്ല? ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു കാലുവേദന വന്നാൽ അല്ലെങ്കിൽ ഒരു പനി വന്ന് ഛർദിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെന്ന് ട്രിപ്പിട്ട് കിടന്ന അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വെച്ചത് മാറും. എനിക്ക് അങ്ങനെ ചെന്നാൽ ആർക്കൊന്നും ചെയ്യാനില്ല. കാരണം എനിക്ക് ഒന്നാമത്തെ ഞരമ്പ് കിട്ടത്തില്ല, രണ്ടാമത്തെ കാര്യം ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റത്തില്ല, മുറുക്ക പിടിക്കാൻ പറ്റത്തില്ല. മുട്ടയുടെ കണക്കാണ് ഇരിക്കുന്നത്, താഴെ വീണ് പൊട്ടാതിരിക്കുന്ന പറഞ്ഞ പോലെ തേറിഞ്ഞ ചിരി കൂടുതൽ വേണ്ട അസുഖമാണിത്. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. സിനിമാടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റി ആയിട്ടുള്ള ഗോഡ്വിൻ മത്തായിയുടെ വീട്ടിലാണ്. ഗോഡ്വിൻ മത്തായിയെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും, കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഒരു താരം തന്നെയാണ്. പാട്ടിലൂടെ എല്ലാവരുടെയും മനസ്സ് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പിഡെർമോളിസിസ് ബുള്ളോസ എന്ന ലോകത്തിൽ തന്നെ അത്യപൂർവമായിട്ടുള്ള ചർമ്മരോഗം ബാധിച്ചിട്ടും അതിനെയൊക്കെ കീഴ്പ്പെടുത്തി, തൻ്റെ പാട്ടിലൂടെ കീഴ്പ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഏവരുടെയും ഹൃദയം കവർന്നുകൊണ്ടിരിക്കുകയാണ് ഗോഡ്വിൻ മത്തായി. അപ്പോൾ ഗോഡ്വിൻ്റെ വീട്ടിലേക്ക് പോയി നമുക്ക് ഗോഡ്വിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പം പോവാം. ഹായ്, ഹലോ ഗോഡ്വിനെ, സുഖാണോ? നന്നായിരിക്കുന്നു. നമ്മള് ഗോഡ്വിന്റെ പുതിയ പുതിയ വിശേഷങ്ങളും പാട്ടൊക്കെ കേൾക്കാൻ വന്നതാണ്. വിശേഷങ്ങളൊക്കെ അറിയാം, വിശേഷം അറിയാൻ പറ്റുമല്ലോ. അതെ അതെ, ഓക്കെ, അകത്തേക്ക് വരാം. അപ്പോ നിങ്ങൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന ഗോഡ്വിൻ മത്തായി എന്റെ കൂടെ ഉണ്ട്. ഗോഡ്വിൻ മത്തായി, സുഖാണോ? സുഖാണ്. അപ്പോ നമുക്ക് ഒരുപാട് വിശേഷങ്ങളിലേക്കൊക്കെ ഒന്ന് പോവാം. ആദ്യം തന്നെ ഒരു പാട്ടായാലോ? പാട്ടാവാലോ. ഇഷ്ടപ്പെട്ട ഒരു പാട്ട്? ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇൻസ്റ്റയില് പാടിയിട്ടത് 1 മില്യൺ അല്ല, 1 മില്യൺ അടിച്ചൊരു അങ്ങുവാനക്കോണില് ഏറാമിലെ പാട്ട്. അതിനകത്ത് നീ നടന്നു പോകുമാന്ന് പറഞ്ഞ പോർഷൻ. നീ നടന്നു പോകുമാ നീണ്ട നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെ ആരിനീ എതിരെ നിന്നതേരുമേ താനെ അങ്ങു നീക്കുവാൻ ചാലു തീർത്തുമെത്തുമേ നീരൊഴുക്കുകൾ തൊട്ടു തലോടിക്കൊണ്ട് കാറ്റിലെ നൊമ്പരം മാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും മൂടും ഇരുട്ടകറ്റാൻ തീയെന്നും മുന്നിൽ തെളിഞ്ഞുണരും നീ എന്ന വിത്തെടുത്ത് മണ്ണൂര് കാടാക്കി മാറ്റിത്തരും കുഞ്ഞിളം വാഴി കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറും ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നി തളരാതെ ഓമൽ ചിരിയോട് കൊഞ്ചി കളിയാടി വളര് വളര്
ഈ ഒരു പോർഷൻ അത്യാവശ്യം 1 million ക്രോസ് ചെയ്തു. സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ ഇത് കേട്ടിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൂടെ കേട്ടിട്ടുണ്ട്. വിജയലക്ഷ്മി മേഡം അത് ടാഗ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റയിൽ സ്റ്റോറി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് വലിയൊരു സന്തോഷമായിരുന്നു. പിന്നെ ARMന്റെ ഡയറക്ടർ സാർ ജിതിൻ്റെ എന്ന് പറഞ്ഞിട്ട് അത് കമന്റ് ഒക്കെ ചെയ്ത് അപ്പൊ അതൊക്കെ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് നല്ലൊരു അംഗീകാരമാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റി ആണെന്ന് ഇപ്പോ. പക്ഷെ ഒരു ജാടയും ഇല്ല സെലിബ്രിറ്റിയുടെ. എല്ലാവരും നല്ല, എന്നാലും എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണല്ലോ ഇതൊക്കെ. അതൊരു ഒരു അനുഗ്രഹമാണ്. ഇപ്പം എന്നോട് പറഞ്ഞു ഇന്റർവ്യൂവിന് വിളിച്ചപ്പം കുറച്ച് വയ്യായികയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന്. അപ്പൊ നമ്മള് ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ അസുഖത്തിലേക്ക് നമ്മൾ ആദ്യം തന്നെ വരുവാണെങ്കിൽ എപ്പിഡെർമോളിസിസ് ബുള്ളോസ എന്നൊരു അത്യപൂർവമായിട്ടുള്ള, ലോകത്തിലെ തന്നെ അത്യപൂർവമായിട്ട് കേരളത്തിൽ അധികം ആർക്കും വരാത്തൊരു അസുഖമാണ്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ? ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ മുറിവുകളാണ് ബുദ്ധിമുട്ട്. പിന്നെ മുറിവുകളോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഡ്രസ് ഇടുമ്പോഴാണെങ്കിൽ നമ്മൾ അണിങ്ങുമ്പോഴൊക്കെ ആണെങ്കിലുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അല്ലാതെ കുറെ ഇച്ചിങ്, ചൊറിച്ചിലൊക്കെ കാര്യങ്ങൾ ഒക്കെ തന്നെ. പിന്നെ ഇതിന് നമ്മൾ ഈ ഒരു രോഗം അത്യപൂർവമായിട്ടുള്ള അസുഖമാണ്, ഒരു പേര് തന്നെ നമ്മൾ റെയർ ആയിട്ട് കേൾക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സോറിയാസിസ് പോലെ ചർമ്മത്തിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഒരുപാട് വരുന്നവരുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് മോൻ, അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് വ്യത്യാസം മോന്റെ ഈ ഒരു അസുഖം? എന്റേതെന്ന് പറഞ്ഞാൽ സോറിയാസിസ് പോലെ എന്ന് പറയാൻ പറ്റില്ല, സ്കിന്ന് അതേപോലെ ഇരിക്കുമെങ്കിലും സോറിയാസിസുമായിട്ടൊക്കെ വ്യത്യാസമുണ്ട്. ഇത് പൊള്ളി കൊമളിക്കുമാതിരി കൊമളിച്ചിട്ട് അത് ഒരു വെള്ളം കിട്ടും. അപ്പൊ ചില കൊമളയില് വെള്ളമായിരിക്കും, ചിലതിൽ പഴുപ്പായിരിക്കും, ചിലതിൽ ബ്ലഡ് ആയിരിക്കും, ചോരയായിരിക്കും. അപ്പൊ അത് തന്നെ പൊട്ടും. അല്ലെങ്കിൽ വലിയതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാവണമെങ്കിൽ ഞാൻ തന്നെ പൊട്ടിച്ചറിയും. സാധാരണ ഈ ടൂത്ത്പിക്കൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് പതുക്കെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. അപ്പൊ അതേപോലെ ഞങ്ങൾക്ക് വെള്ളം കളഞ്ഞാൽ മതി സാധനം. അപ്പം അത് എന്നിട്ട് മുറിവായിട്ട് തന്നെ അത് തന്നെ പോകും. എന്തോന്ന് നമ്മൾ സൂക്ഷിച്ചാലും അത് മുറിവായിട്ട് തന്നെ പോകും. അപ്പം അങ്ങനെയാണ് മുറിവുകൾ ഉണ്ടാവണേ ബേസിക്കലി. ഇത് അപ്പോൾ ഈ ബ്ലഡ് ഒക്കെ വരുമ്പോൾ, അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ ചെറിയൊരു കുമിള വരുമ്പോൾ തന്നെ നമുക്കത് പൊള്ളിയാലൊക്കെ ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ ഇതിലൂടെ രക്തവും ചെലവൊക്കെ ഇങ്ങനെ പോകുമ്പോൾ എന്ന് പറയുമ്പോൾ ഭയങ്കര മോന് വേദനിക്കില്ലേ? ഇല്ല, അതൊക്കെ യൂസ്ഡ് ആയതുകൊണ്ട് അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ. വേദനയെ പോലെ എന്നാലും കാരണം ഇതൊക്കെ ചെറുപ്പം മുതലേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ചെറുപ്പം മുതലെന്ന് വെച്ചാൽ ഒരു ഓർമ്മ വെക്കുന്നതിന് മുമ്പും അതിനുശേഷം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് ചെയ്യുന്നതിന് ഇത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലത്തുകളിൽ പപ്പയമ്മയൊക്കെ തന്നെ ഞാൻ ഉറങ്ങുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് തന്നെ അവർ പൊട്ടിച്ചു കളയും. അല്ലാത്തവ എനിക്ക് പറ്റുന്ന സമയമായപ്പോൾ ഞാൻ തന്നെ പൊട്ടിച്ചു കളയും. അങ്ങനെയാണ് ചെയ്യണത്. മാക്സിമം പൊട്ടിക്കാറില്ല, തന്നെ പൊട്ടിപ്പോവാറാണ് ചെയ്യുക. അപ്പം അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറൊന്നുമില്ല, വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ വേദനയാണെങ്കിൽ കൂടി അതിനെയൊക്കെ ഈ പാട്ടിലൂടെയാണ് ഇപ്പൊ അതിജീവിക്കുന്നത് അല്ലേ? നമ്മൾ വേദനിക്കുമ്പോ അപ്പോ ആ വേദന മറക്കാൻ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ മുറിവുകളിലൊക്കെ വേദന മറക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാറില്ല. എല്ലാത്തെയും പോലെ തന്നെ സാധാരണ പോലെ തന്നെ ഇരിക്കും. പിന്നെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദന ആണെങ്കിൽ മാത്രമേ കരയുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുകയോ ഒക്കെ ചെയ്യാറുള്ളൂ. വേറെ ഒന്നും ചെയ്യാറൊന്നുമില്ല. വേദനയൊക്കെ ഇങ്ങനെ കടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. വേദന കടിച്ചമർത്തുന്ന വെച്ചാൽ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ചെയ്യാറില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഡോക്ടർ വേദനയൊക്കെ എന്തെങ്കിലും വരുമ്പോ ആശുപത്രിയിലൊക്കെ പോവാ, അതൊന്നും പറ്റില്ല? ഇല്ല, അങ്ങനെ കൊണ്ടുപോയാലും അവർക്കൊന്നും ചെയ്യാനില്ല. കാരണം ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു കാലുവേദന വന്നാൽ അല്ലെങ്കിൽ ഒരു പനി വന്ന് ഛർദ്ദിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെന്ന് ട്രിപ്പിട്ട് കിടന്ന അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ വെച്ചത് മാറും. എനിക്ക് അങ്ങനെ ചെന്നാൽ അവർക്കൊന്നും ചെയ്യാനില്ല. കാരണം എനിക്ക് ഒന്നാമത്തെ ഞരമ്പ് കിട്ടത്തില്ല, രണ്ടാമത്തെ കാര്യം ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റത്തില്ല, മുറുക്ക പിടിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ചേച്ചി മുറുക്ക പിടിച്ചു കഴിഞ്ഞാൽ തൊലി പോവും, മുറുക്ക പിടിച്ചു കഴിഞ്ഞാൽ. അപ്പം ഈ മുട്ടയുടെ കണക്കാണ് ഇരിക്കുന്നത്, താഴെ വീണ് പൊട്ടാതിരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ തൊട്ടാ തൊലി പോകുന്ന പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ കെയറിങ് ഇച്ചിരി കൂടുതൽ വേണ്ട അസുഖമാണിത്. കെയറിങ് ആണ് വേണ്ടത്. അപ്പൊ ഞരമ്പ് പോലും എവിടെയും കിട്ടില്ല നമുക്ക്. പണ്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്, പണ്ട് ഇങ്ങനെ ഇഞ്ചക്ഷൻ ഒക്കെ വെക്കാൻ വേണ്ടിട്ട് കുഞ്ഞിലെ അപ്പൊ ഞരമ്പ് കിട്ടാത്തോണ്ട് ഇങ്ങനെ ഈ തലേനൊക്കെ ഞരമ്പ് കിട്ടിയിട്ട് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മോന്റെ ഓർമ്മ വെച്ചതിന് ശേഷം അങ്ങനെ ഒന്നും ഇല്ല. ഞാൻ ഓർമ്മ വെച്ച ശേഷം ഒരൊറ്റ പ്രാവശ്യം മാത്രം അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കേണ്ട വന്നിട്ടു. അതും വലിയ പാടുപെട്ടൊക്കെ എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇപ്പൊ
ഇപ്പൊ അതുമായിട്ട് നമ്മൾ ചെറുപ്പം തൊട്ട് അങ്ങനെ ആയതുകൊണ്ട് അതുമായിട്ട് ഇപ്പോ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അല്ലോ. ഒരു പരാതിയോ പരിഭവമൊന്നും ആരോടും പറയാം. പരാതിപ്പെട്ടിട്ടും കാര്യമില്ലല്ലോ, കാരണം നമ്മൾ ഉണ്ടാക്കണല്ലോ, അത് ജനറ്റിക്കായിട്ട് വരുന്ന ഒരു അസുഖമാണല്ലോ. അതെ അതെ. ഇതൊരിക്കലും ഈ ബാംഗ്ലൂരൊക്കെ റിസർച്ച് സെന്ററിലൊക്കെ പോയിട്ടാണല്ലോ പോയിട്ട് ഒരു വട്ടം പോയിട്ടുണ്ടല്ലോ. പിന്നീട് അവിടെ ഭയങ്കര സാമ്പത്തികമായിട്ട് ഭയങ്കര മുന്നിലുള്ളവർക്കല്ലേ അവിടെ ചികിത്സ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ട് നമ്മളെപ്പോഴുള്ളവർക്കൊന്നും പോകാൻ പറ്റില്ല. എങ്കിലും ഞങ്ങൾ പോയതെന്ന് പറഞ്ഞാൽ അമൃതയിൽ പോയിരുന്നു. ഞങ്ങളൊരു ഒരു ആളുടെ നിർദ്ദേശപ്രകാരം അമൃതയിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കിത് ചെയ്യണമെങ്കിൽ ഇതെന്താ അസുഖം എന്ന് അറിയണം. ഇതെന്താ അസുഖം എന്ന് പറയണമെങ്കിൽ ഇത് കൊച്ചിൻ്റെ ബയോപ്സി ചെയ്യണം. അതായത് എൻ്റെ ടെസ്റ്റ് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. ബയോപ്സി ചെയ്ത് എന്നിട്ട് ബാംഗ്ലൂരിൽ പോയി അവിടെ ചെന്ന് ബയോപ്സി എടുത്തു. അതും ബയോപ്സി എടുക്കണമെങ്കിൽ പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പച്ചക്കാണ് ബയോപ്സി ചെയ്തത്. ബയോപ്സി എന്ന് വെച്ചാൽ ഈ ചുമ്മാ തൊലിന്ന് മയക്കൊന്നും പറ്റൊന്നുമില്ല. ചെറുതായിട്ട് മാംസകഷ്ണവും പിന്നെ തൊലിയും കൂടെ എടുത്ത് സാമ്പിള് എടുത്ത് 2 തൊടയണം. 2 പ്രാവശ്യം പച്ചയ്ക്ക് ചെയ്തു. അതിൻ്റെ റിസൾട്ടും വന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ എല്ലാത്തിനും ഒരുപാട് വേദന അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയാ മയക്കി കിടത്താതെ ഇങ്ങനെ പച്ചക്ക് ഇറച്ചി എടുക്കാൻ മോനപ്പം ഒരുപാട് കരഞ്ഞില്ലേ അന്ന്? കരഞ്ഞെന്ന് വെച്ചാൽ കരഞ്ഞു, പിന്നെ അതെങ്കിൽ കുഴപ്പമില്ലാണ്ടായി. വേദനയോട് ഇപ്പോ വേദന എടുത്തപ്പോ വേദന ഒന്നും അല്ലാത്തൊരവസ്ഥയായില്ലേ? വേദന ഒന്നും വിഷയമില്ല, പക്ഷെ ചൊറിച്ചില സഹിക്കാൻ പറ്റത്തുള്ളൂ. വേദന ഒന്നും കുഴപ്പമില്ല. വേദന വന്നാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തൊന്നും സഹിക്കാം. ചൊറിച്ചില വന്നാൽ നമുക്കൊന്നും വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. പക്ഷെ ഇത് മോന് മാത്രമേ പറയാൻ പറ്റൂ വേദന വന്ന് എങ്ങനെ സഹിക്കാന്നേ. വേദന വന്നാൽ സഹിക്കാൻ ചേച്ചി, കാരണം വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വേറെ ഒന്നും ചെയ്യാനില്ല, കാരണം ഒന്നും ചെയ്യാനില്ല. ചൊറിച്ചിൽ വന്നാൽ നമുക്ക് മാന്തിയാ ചൊറിച്ചിൽ മാറും. വേദന വന്നാൽ നമുക്കൊന്നും ചെയ്യാനില്ല. വേദനയുടെ എന്തെങ്കിലും ഗുളിക അങ്ങനെയൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞ വേദന വന്നാൽ നമുക്ക് സഹിക്കാന്നുള്ള വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പം ബാംഗ്ലൂരിന് നല്ല അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇവിടുന്ന് വണ്ടിയും പിടിച്ചിട്ടാ പോവാ. അപ്പൊ അതിന് നല്ല പൈസ വേണം. ഒരു പാഡൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഞാനിപ്പം കുറെ ഫോട്ടോസ് കണ്ടു. ഈ ഒരു അസുഖത്തിന് എല്ലാരും പാഡ് വെച്ചിട്ട് അതിന്റെ മേലെയാണ് ഡ്രസ്സൊക്കെ ഇടുന്നത്. അപ്പൊ അങ്ങനെ ഇടാത്തത് കൊണ്ടാണെങ്കിൽ ശരീരത്തില് ഡ്രസ്സ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയൊക്കെ വരുന്നില്ലേ മോന്? അതെന്താണെന്നറിയോ, ഈ മുറിവിന് പ്രത്യേകിച്ച് മുറിവിന് പശവശപ്പ് കൂടുതല. സാധാരണ മുറിവുകൾ പോലെയല്ല, ഈ മുറിവിന് ഭയങ്കര പശയുള്ള മുറിവുകളാണ്, പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അതാ നിങ്ങളോട് ഞാൻ വരുമ്പോഴേ പറഞ്ഞു ഇറങ്ങുമ്പോൾ വിളിക്കണോട്ട് എവിടെ എത്തിന്ന് ചോദിച്ചോണ്ടിരുന്നത്. കാരണം നിങ്ങൾ വന്നിട്ട് വേണം ഡ്രസ്സ് ഇടാൻ, അല്ലെങ്കിൽ ഡ്രസ്സ് ഇട്ടിട്ട് ഒട്ടിപ്പിടിച്ച് നാശവും. അപ്പം ഇതിന് ബാംഗ്ലൂർ പോകാന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസ് ആണ്. കാരണം ഇവിടെ നിന്ന് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് പോകാനും പറ്റുള്ളൂ, പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും പറ്റത്തില്ല. കാരണം വേറൊന്നുമില്ല, ഈ തിരക്കുകളുടെ ഇടയിലും എടുത്തോണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് നടക്കാൻ പറ്റില്ല ഒന്നാമത്, ഈ അസുഖം കാരണം തന്നെ നടക്കാൻ പറ്റാതെ. അപ്പം ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും നമുക്കങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് മെയിൻ എക്സ്പെൻസ്. കാരണം ഇവിടെ ഞങ്ങൾ പപ്പയും അമ്മയും ആൻറ്റിയമ്മയും പോകണം, പിന്നെ ഞാൻ പിന്നെ 2 ഡ്രൈവേഴ്സ് ഒക്കെ കൂടിയാണ് പോകുന്നത്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ അത് അതിനേക്കാളും വലിയ ചെലവ്. കാരണം ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ 2 ദിവസം പിടിക്കും. അപ്പൊ ഹോട്ടലിൽ താമസിക്കുന്നതിന് അത് അതിൻ്റെതായ ചെലവുകൾ. അപ്പൊ ആദ്യത്തെ പോക്കിന് തന്നെ ഒത്തിരി പൈസ ചെലവായി. അപ്പൊ അതാണ് ബാംഗ്ലൂരിൽ ചികിത്സ നിർത്താൻ തന്നെ കാരണം. പിന്നെ അത് തന്നെ ഏറ്റവും വലിയ പ്രശ്നം. തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഈ പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കറ്റിന് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂരിൽ നിന്ന് വരുത്തിക്കാൻ നോക്കി. അപ്പൊ ഒരു ബൾക്കായിട്ട് കുറച്ച് സംഭവം വരുത്തിക്കാൻ നോക്കിയപ്പോൾ 26,000 രൂപ അവര് പറഞ്ഞത്. എന്തിനൊരു 10 പാക്കറ്റ് വരുത്തിക്കാൻ നോക്കി. 2 പാഡാണത്. 2 പാഡേ ഉള്ളൂ. 2 പാഡാണ്. അപ്പൊ ഒരെണ്ണം ചെറിയ മുറിവുകളിലും ഒരെണ്ണം വലിയ മുറിവുകളിലും ഒട്ടിക്കാൻ വേണ്ടിട്ട്. അപ്പം 26,000 രൂപയാണ് 2 പാക്കറ്റിനും കൂടെ 10 വീതം വെച്ച് തരാനായിട്ട് അവര് ഈ കടക്കാര് പറഞ്ഞത്. അപ്പം ഓർഡർ ചെയ്തില്ല. 26,000 രൂപ എന്ന് പറയുന്നത് വലിയ എമൗണ്ട് ഒക്കെ ചേച്ചി. അപ്പൊ അത് വേണ്ട. അപ്പൊ മോനെ ആരോടെങ്കിലും ഒരു സഹായമായിട്ട് ചോദിച്ചായിരുന്നു, എനിക്കിങ്ങനെ വേദനയൊക്കെ അനുഭവിക്കുമ്പോ എനിക്കിങ്ങനെ കുറച്ച് പൈസ കിട്ടിയാൽ നല്ലായിരുന്നു? അങ്ങനെ പപ്പയും അമ്മയും ഒന്നും ആരോടും ചോദിക്കാറില്ല? അങ്ങനെയൊന്നും ചോദിക്കാറില്ല. അങ്ങനെയൊന്നും ഞാൻ ചോദിക്കാറില്ല ആരോടും. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. കാരണം എല്ലാരും ഇങ്ങോട്ട് അറിഞ്ഞു തരാറുണ്ട്. ഇല്ലാന്ന് പറയുന്നില്ല, ഇപ്പോഴും തരാറുണ്ട്. എല്ലാ മാസവും ഒക്കെ തരാറൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതൊരു വലിയ എമൗണ്ട് നമുക്ക് ഈ ഒരു ആവശ്യത്തിനുള്ളതൊന്നും ഇല്ലല്ലോ. വാടകയ്ക്കും ഇത് വാടക വീട്. അപ്പൊ വാടകയ്ക്കും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്.
പിന്നെ അല്ലാതെ തന്നെ പൈസ എമൗണ്ട് തരുന്ന ആളുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഹെൽപ്പ് അങ്ങോട്ട് ചോദിക്കാറില്ല. പപ്പയും അമ്മയും പിന്നെ ഈ ഇന്റർവ്യൂവിന് വന്ന ആൾക്കാരിങ്ങനെ ആ ചാനലിൽ നിന്ന് തന്നെ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാന്നൊക്കെ പറയുന്ന അവര് തന്നെ വെക്കണേ നിർബന്ധിച്ച് ഞങ്ങളോട് നിർബന്ധിച്ച് വെപ്പിക്കുന്നത്. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഈ പാഡ് എന്ന് പറയുമ്പോ ഇത് മൊത്തം ഒട്ടിക്കാൻ ഇപ്പൊ ഒരു എത്ര പൈസയുടെ പാഡ് വേണ്ടി വരും മോന്റെ ശരീരത്തില് മൊത്തം ഒട്ടിച്ചു വെക്കാനാണ്? എനിക്കറിയില്ല, കാരണം മുറിവുകൾ ഉണ്ടല്ലോ. അപ്പൊ 2 പ്രാവശ്യം ഒട്ടിക്കുമ്പോഴത്തേക്ക് തീരും. ഇപ്പൊ ഞങ്ങള് 2 പ്രാവശ്യം വരുത്തിച്ചെന്ന് വെച്ചാൽ പൈസ കൊടുത്തല്ല. ഈ ഹോസ്പിറ്റലിൽ ഞാനീ പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് അവര് അയച്ചു തരും, ഈ പേഷ്യൻസിന് അയച്ചു തരും. പേഷ്യൻസിനുള്ള സ്റ്റോക്കിൽ നിന്ന് ഇതേപോലുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കും. അപ്പൊ വലിയ മുറിവുകളിൽ മാത്രം വലിയ മുറിവുകളിലും ചെറിയ മുറിവുകളിലും ഒരു 5 എണ്ണത്തിന്റെ 5 വെച്ചും കണ്ട് അവര് അയച്ചു തന്ന. അപ്പം അത് 2 തീർന്നു, 2 ഒട്ടിക്കലുണ്ടായിരുന്നു. അപ്പൊ ഇനിയില്ല, ഇനിയും ഇത്ര പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അത് വാങ്ങിക്കാൻ പറ്റൂ. കടയിൽ നിന്ന് നേരത്തെ വരുത്തുന്ന അവർക്ക് ഓവർ ക്വാണ്ടിറ്റി അയക്കാൻ പറ്റൂല. പേഷ്യൻസിന് അവിടെ വന്ന പേഷ്യൻസിന് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് പുറത്തുനിന്ന് അവർ എഴുതി തരുള്ളൂ, പുറത്തേക്ക് എഴുതി തരുള്ളൂ. അപ്പൊ ഞങ്ങൾ അന്ന് ചെന്ന സമയത്ത് എഴുതി തന്നിട്ട് ഏതാണ്ട് 10,000 രൂപയ്ക്ക് മുകളിൽ പോയി സാധനം മൊത്തം വാങ്ങിച്ചു കഴിഞ്ഞപ്പോ. മരുന്നും ഒക്കെ ബാംഗ്ലൂർ തന്നെ കിട്ടുക അല്ലെ? അവിടെ എല്ലാം അവിടെ കിട്ടുള്ളൂ. ഇവിടുന്ന് അവിടം വരെ പോവാന്ന് പറയുന്ന ഒരു വലിയ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലില് ദുബായിൽ നിന്ന് ഷെയ്ക്കൊക്കെ വന്ന് ചികിത്സിക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് ചിന്തിക്കാം അവിടുത്തെ എക്സ്പെൻസ് എങ്ങനെയാണത്. കാരണം അത് റിസർച്ച് സെന്റർ ആണ്. ഇതേപോലെ അപൂർവമായിട്ടുള്ള അസുഖങ്ങളെ പറ്റി റിസർച്ച് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോ എല്ലാരും ഗോഡ്വിൻ മോനെ ഉറപ്പാലും സഹായിക്കും. ഗോഡ്വിൻ മോനെ പറയെങ്കിൽ 20 വയസ്സായി അല്ലേ? 20 വയസ്സായി. 20 വയസ്സായി. അപ്പോൾ ഇത്രയും നാള് ഇങ്ങനെ ഇപ്പോൾ മോന് ഇവിടെ തന്നെ ഇന്റർവ്യൂവിൽ തന്നെ ഇരിക്കുമ്പോൾ ഞാൻ പറയാം ഈ ഫാൻ എപ്പോഴും ഫാനിന്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കണം അല്ലേ? ഫാനിന്റെ അടിയിൽ എപ്പോഴും ഇരിക്കണമെന്നല്ല, ഇപ്പൊ ചൂട് കൂടുതലാ. അതാ ഞാൻ ചേച്ചി വന്നപ്പോ പുറത്ത് വെക്കാന്ന് പറഞ്ഞില്ലേ, അപ്പൊ പുറത്ത് എടുക്കണ്ട കയറി വരാൻ പറഞ്ഞത് ഞാൻ അതുകൊണ്ട് തന്നെ. ചൂട് ഇച്ചിരി ചൂടെടുക്കുമ്പോ ശരീരത്തില് പിന്നെ എല്ലാം വേർത്ത് അങ്ങനെ എന്തെങ്കിലും ചൊറിച്ചിൽ വരുമോ? ഇപ്പൊ ഈയിടെയായിട്ട് വേർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. വേർപ്പെന്ന് പറയുന്ന സാധനമേ ഉണ്ടായിരുന്നില്ല എനിക്ക്. ഇപ്പൊ ഇച്ചിരി ബെറ്റർ ആയെന്ന് പറയാൻ പറ്റും. നമ്മൾ ഈ ശരീരത്തിന്റെ ഒരു ആ വളർച്ചയിലെന്തോ പറ്റിയിട്ട് വേർക്കണേ അത്. അല്ലെങ്കിൽ എനിക്ക് വേർപ്പെന്ന് പറയുന്ന വേർക്കണ ആളല്ലേ. മുഖത്ത് തുടച്ചു വേണേ വേർപ്പ്? അത് കുഴപ്പമില്ല. വേർപ്പ് എനിക്ക് ഇപ്പൊ ഈ അടുത്തിടെ അങ്ങനെ നമുക്ക് തന്നെ നല്ല വേർപ്പാകുമ്പോ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമല്ലോ. അപ്പൊ മോനത് ഒട്ടിപ്പിടിക്കുമ്പോ അത് നമ്മളിപ്പോ പൊള്ളിയാലൊക്കെ ഡ്രസ്സ് ഇങ്ങനെ അവിടെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് വലിക്കുമ്പോ ഒരു വേദന ഉണ്ടായാലും അതുപോലെയൊക്കെയുള്ള വേദന ആയിരിക്കില്ല, പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് വലിച്ചാൽ ഞാൻ ഇപ്പോഴാണെങ്കിലും ഡ്രസ്സ് ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഇരിക്കണേ. അപ്പൊ ഇതിപ്പോ മുറിവില ഒട്ടിപ്പിടിക്കണ വേർപ്പ് ലൂസുള്ള ഡ്രസ്. നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടി മാത്രം ഈ ഒരു ഡ്രസ് ഇട്ടതാ അല്ലെ? അത് കുഴപ്പമില്ല, അതൊന്നും നമുക്ക് കുഴപ്പമില്ല. എന്നാലും നമുക്കേ ഭയങ്കര മോനാണെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ പിന്നെ ചൊറിച്ചിലും വരുന്നുണ്ട്, ഇടയ്ക്ക് ഡ്രസ് ഇങ്ങനെ ആക്കുകയും ചെയ്യുന്നുണ്ട്. ചൊറിച്ചില് അത് ഉണ്ട്, അത് മനസ്സിലായി. അപ്പോ ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പോ എത്രാമത്തെ വയസ്സിൽ മോന് ജനിച്ചപ്പോ മുതല് ഇങ്ങനെ ഈ ഒരു അസുഖം ഉണ്ട്? അപ്പൊ ഈ ഒരു എപ്പിഡെർമോളിസിസ് ബുള്ളോസ ആ ഒരു അസുഖത്തിന്റെ പേരൊക്കെ ആരാണ് പറഞ്ഞത്? എങ്ങനെയാണ് ആ അസുഖം എന്ന് കണ്ടുപിടിച്ചത്? എങ്ങനെയാണ് അസുഖം എന്ന് പറഞ്ഞാൽ എന്നെ ചെറിയതിലെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ അങ്ങനെ പേരൊക്കെ പറഞ്ഞത്. അപ്പൊ അത് അനുസരിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ മനസ്സിലായത് ഈ ബാംഗ്ലൂർ പോയി കഴിഞ്ഞപ്പോ ഇതേപോലെ അസുഖമാണ്. അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. അപ്പൊ അതുകൊണ്ട് പിന്നെ പേരിനൊന്നും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വന്നില്ല, കാരണം അറിയാലോ നമുക്ക്. പിന്നെ ഇത് ചികിത്സിച്ച് ഒരിക്കലും ഭേദമാക്കാൻ പറ്റില്ല, അങ്ങനെ എപ്പോഴും നമുക്കത് പ്രത്യാശയുണ്ടോ ഭേദമാവില്ല? അത് പ്രത്യാശയുടെ അല്ല, എന്താണെന്ന് അറിയിച്ചേ, ഇത് ഒന്നാമത്തെ ജനറ്റിക്കലി വന്നേക്കുന്ന അസുഖമാണ്. അതായത് ജനിച്ച് 1-2 മണിക്കൂർ കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞോ ഒരു 2 മാസം കഴിഞ്ഞോ ഉണ്ടായ അസുഖമാണെങ്കിൽ നമുക്ക് അതിന് ചാൻസ് ഉണ്ട്, മാറുന്നതിന് ചാൻസ് ഉണ്ട്. ഇത് ഗർഭപാത്രത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുന്ന അസുഖമാണ്, ജീനിന്റെ പ്രശ്നമാണ്, ജീൻ പ്രശ്നങ്ങളാണത്. അപ്പം അസുഖം മാറണമെങ്കിൽ ചാൻസ് കുറവാണെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മിറാക്കിൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ നടന്നാലേ ഉള്ളൂ. തൊലിക്ക് എന്തെങ്കിലും വ്യത്യാസം വരികയോ കട്ടി വെച്ചൊക്കെ വരികയോ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൂ. പിന്നെ ഈ മരുന്നെന്ന് പറയുമ്പോ
മുറിവുകള് ഇൻഫെക്ഷൻ ആവാതെ സൂക്ഷിക്കുക, മുറിവുകൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അതിനുള്ള മരുന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇൻഫെക്ഷൻ ആകുമ്പോൾ ശരി പ്രശ്നമാവും. ഇൻഫെക്ഷൻ ആവുന്നെന്ന് പറഞ്ഞ ഏതൊക്കെ ടൈമിൽ? തണുപ്പ് കാലം, മഴക്കാലം, അങ്ങനെ ഒരുപാട് പൊടിയൊക്കെ അടിക്കൂലോ, പൊടിയൊന്നും അടിക്കരുത് അധികം. പൊടിയൊന്നും അടിക്കരുത്, പഴുപ്പുണ്ടാവരുത്. മെയിൻലി അതാണ്, പഴുക്കരുത്, മുറിവ് ഇൻഫെക്ഷൻ ആവരുത്. മനസ്സിലായി. അത്രേ ഉള്ളൂ. പിന്നെ മോനിപ്പോ പറഞ്ഞു അതുകൊണ്ടാണ് ഈ വീൽ ചെയറിൽ എവിടെയും നടക്കാത്തത് അല്ലേ? ഞാൻ പോവാറുണ്ടായിരുന്നു, ഇപ്പൊ റോഡ് മോശമായതുകൊണ്ട് മാത്രം പോവാത്തതാ. പിന്നെ ഭയങ്കര പൊടിയോ അല്ലേ? മെയിൻ റോഡല്ലല്ലോ. പൊടിയാണെങ്കിൽ ഞാൻ പോകും, കാരണം എനിക്ക് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന അത്ര ഇഷ്ടമുള്ള ആളെ, എനിക്ക് ബോറടിക്കും പറ്റുന്നേ. അതുകൊണ്ട് ഞാൻ വൈകുന്നേരമൊക്കെ വെയിലൊക്കെ ഒന്ന് ഇറങ്ങി കഴിയുമ്പോൾ ചുമ്മാ കടവരെയൊക്കെ പോയി ചായ കുടിച്ച് പതുക്കെ നടക്കാനൊക്കെ ഇറങ്ങുമോ. ഞാൻ അവിടെയൊക്കെ നിങ്ങൾ വന്ന വഴികളൊക്കെ നടക്കണതാ. അതിലൂടെയൊക്കെ വരും. അതിപ്പൊ കണ്ടില്ല, റോഡ് ഭയങ്കര മോശമാണ്, റോഡ് പണിയാണ്. റോഡ് പണിയാണ്, റോഡ് ഭയങ്കര മോശമാണ്. അതുകൊണ്ടാ പോവാത്തത്. അല്ലെങ്കിൽ ഈ വഴി എനിക്ക് പോയാൽ നേരെ നിങ്ങൾ വന്ന വഴിയില്ലേ, ആദ്യക്കൂടി ചെന്ന് കയറി നടക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ റോഡ് ഭയങ്കര മോശമാണ്ട. അപ്പൊ അതാണ്. അപ്പൊ മെയിൻലി ഇൻഫെക്ഷൻ ആവാതെ നോക്കുക. കുളിക്കാനൊന്നും പറ്റില്ലല്ലോ അല്ലേ? ഇല്ല, അത് ഈ പറഞ്ഞ പോലെ തന്നെ മുറിവുകൾ അധികം ഒപ്പാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ മുറിവുകൾ ഉണ്ടാവുന്ന മുറിവുകൾ അത് ഒപ്പാൻ പറ്റുന്നില്ല, വേദന നല്ല വേദനയാണ്. അപ്പൊ വേദനയുണ്ടോ? ഇപ്പൊ വേദനയില്ല. അപ്പൊ തുടക്കുക ചെയ്യാറ്. അപ്പൊ ഡോക്ടേഴ്സും പറഞ്ഞു കുളിപ്പിക്കണ്ട, തുടച്ചാൽ മതി. ആരെ മുക്കി തുടക്കുക? അമ്മയാണോ അതോ അമ്മയും പപ്പയും തുടങ്ങി, രണ്ടുപേരും തുടങ്ങി. അപ്പോൾ മമ്മി എന്ന് പറയുമ്പം മമ്മിയും പപ്പയാണ് മെയിൻ ആയിട്ട് രണ്ട് പില്ലേഴ്സ് എന്ന് പറയുന്നത്. മമ്മി എന്ന് പറയുമ്പോ സ്റ്റെപ്പ് മദർ ആണ്, പക്ഷെ ഞങ്ങള് ഭയങ്കര കൂട്ടാണ്, ഞങ്ങൾ അടിപൊളിയാണ്. ഞങ്ങള് അടിപൊളി. നിങ്ങൾ മൂന്നുപേരുള്ള ഒരു ലോകമാണിത്. ലോകമാണ്. അപ്പൊ മോന്റെ ആദ്യത്തെ അമ്മയാണ് മരിച്ചു പോയത്. ക്യാൻസർ ആയിരുന്നു, ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അപ്പൊ ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴാണ് അറിഞ്ഞത്. അത് മെയിൻലി എന്ന് പറഞ്ഞാൽ എന്റെ ഈ കാര്യങ്ങളൊക്കെ നോക്കി നടക്കണോണ്ട് അമ്മ അത് വലിയ കാര്യമാക്കിയില്ല തുടക്കത്തില്. മോന്റെ അസുഖത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത് സ്വന്തം അസുഖം കാര്യമാക്കിയില്ല. അതുകൊണ്ടായിരിക്കണം. അമ്മ എപ്പോഴെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ മോന്? ഇല്ല, അങ്ങനെ മിസ് ചെയ്യാതെ എന്റെ ആന്റിയമ്മ തന്നിട്ടില്ല. അമ്മനെ പോലെ തന്നെയാ കെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മള് അധികം രണ്ടാനമ്മ ഒരിക്കലും അമ്മക്ക് പകരല്ലോ, പക്ഷെ മോനെ അത്രയും നന്നായിട്ട് നോക്കുന്നില്ലേ? അതൊരു ഭാഗ്യം. അങ്ങനെ ഞാൻ പറയില്ല, കാരണം എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാ. ആന്റിയമ്മ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട. ഞാൻ ആന്റിയമ്മന്നാ വിളിക്കുന്നത്, അതുകൊണ്ട് വിളിച്ചാ. ഞങ്ങള് ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ്. അമ്മ മകനല്ല, ഞങ്ങള് ഫ്രണ്ട്സ് ആണ്. ഞങ്ങള് എല്ലാ കാര്യം അങ്ങോട്ടും ഇങ്ങനെ ഷെയർ ചെയ്യും. ഞങ്ങള് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പപ്പയ്ക്കാ പ്രശ്നം. അങ്ങനത്തെ വിഷയം ഇവിടെ എല്ലാവരും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടാ. അപ്പൊ അങ്ങനെയൊന്നും മിസ് ചെയ്യാറൊന്നുമില്ല. മിസ് ചെയ്യാൻ ഞാൻ ആന്റിയും സമ്മതിച്ചിട്ടില്ല. പിന്നെ മൂന്ന് നേരത്തെ പറഞ്ഞല്ലോ ഈ മിറാക്കിളിന്റെ കാര്യം പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ സംഭവിക്കട്ടെ. അപ്പൊ നല്ല ദൈവവിശ്വാസിയൊക്കെ ആണോ? ദൈവവിശ്വാസം ഉണ്ട്, ഇല്ലാന്ന് പറയില്ല. എന്നാലും ഓവറായിട്ട് ഞാൻ കാര്യം പറയുന്നില്ല, അതുകൊണ്ട് പറഞ്ഞ ഓവറായിട്ട് ഞാൻ അങ്ങനെ പള്ളിയിൽ പോവാറില്ല. കാരണം പള്ളിയിലും അങ്ങനെ പോവാറില്ല. കാരണം ഒന്നാമത് എനിക്ക് അങ്ങോട്ട് എത്താൻ പാടാ, രണ്ടാമത് അതിനൊന്നും സമയം കിട്ടാറില്ല. ഇവിടെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തന്നെ കാര്യം നോക്കി കഴിയുമ്പോഴത്തേക്കും രാത്രിയാവും. പിന്നെ അങ്ങനെ പിന്നെന്ന് വെച്ചാ എല്ലാം നമ്മള് ഉള്ളിലാണല്ലോ, എല്ലാം ഉള്ളിലാണല്ലോ ദൈവം. അങ്ങനെയൊന്നുമില്ല ഉള്ളില്. അപ്പൊ മോനിങ്ങനെ പിന്നെ ഞാനൊന്ന് ചോദിക്കുന്ന വെച്ചാൽ എപ്പോഴെങ്കിലും മോന് ഒരു സങ്കടം, വിഷമം അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോ എപ്പോഴെങ്കിലും കരഞ്ഞ് എനിക്ക് എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥ തന്നെ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. ദേഷ്യം തോന്നിയിട്ടില്ല ഈശ്വരനോട്? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. അത് നമുക്ക് വന്നു പോയി എന്ത് ചെയ്യാൻ പറ്റൂ, അത് വിഷയമില്ല. അത് ഒരിക്കലും പ്രാർത്ഥിക്കുമല്ലാതെ ഒരിക്കലും അങ്ങനെ ഒരു കുറ്റബോധത്തോട് ഒരു പശ്ചാത്തപിച്ചിട്ടില്ല? ഇല്ല, അങ്ങനെയൊന്നും പശ്ചാത്തപിച്ചിട്ട് അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറൊന്നുമില്ല. മോൻ അങ്ങനത്തെ ഒരു ചിന്തയൊന്നുമില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമില്ല. കാരണം നമുക്ക് വന്നുപോയി, ഒരു അസുഖം വന്നുപോയി, അതിപ്പോ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. പക്ഷെ മോന് ഇങ്ങനെ ഈ ഒരു അസുഖത്തിൽ കഴുത്തിന് മേൽ വെള്ളം വന്ന തലയ്ക്ക് മേലെ തോന്നിയെന്ന് പറഞ്ഞ പോലെ അത് ബാക്കി നോക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ നീന്തുക മോന്റെ. അപ്പോ ഒരു കണക്കിന് ഇങ്ങനെ ഒരു മോനിങ്ങനെ ഗോൾഡൻ മത്തായി എന്ന് പറയുമ്പോ ഇപ്പൊ എല്ലാവർക്കും നല്ല ഫോളോവേഴ്സ് കൂടുന്നുണ്ട്, വീഡിയോസിനൊക്കെ 1 മില്യനും 2 മില്യനും ഒക്കെ അടിക്കുന്നുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ ഈ ഒരു പാട്ട് എന്നൊരു കഴിവ് അത് ജന്മന കിട്ടിയ ഒരു അനുഗ്രഹം ആണല്ലേ പാട്ട് പാട്ട്. ഞാൻ ഇവിടെ പണ്ട് ഇവിടെ ഈ ഇടവകയുടെ കുടുംബ യൂണിറ്റുകളുണ്ട്. അപ്പൊ അവിടെ ഈ യോഗ ഒക്കെ വരുമ്പോ ചെറുതായിട്ട് പാടുകയൊക്കെ ചെയ്യും. അമ്മ പഠിപ്പിക്കും, പാട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ 4 വരി 8 വരിയൊക്കെ പാടും.
അമ്മ പഠിപ്പിച്ച ഒരു പാട്ട് പാടിത്തരുമോ നമുക്ക്? അമ്മ ആദ്യമായിട്ട് ഞാനിങ്ങനെ പഠിപ്പിക്കുന്ന ഏതാ, കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാ ഈശോയേ ഈശോയേ ആശ്വാസം നീയല്ലോ. ആ ഒരു പാട്ട് അത് മുഴുവൻ അറിയത്തില്ല, കൊറേ നാളാ പഠിച്ചിട്ട് കേട്ടിട്ട് ആ പാട്ട്. അതുകൊണ്ട് അപ്പൊ ആ പാട്ട് ആദ്യമായിട്ട് ഞാൻ ഒരു പൊതുമധ്യത്തിൽ പാടുന്ന പാട്ടാണ് അമ്മ പഠിപ്പിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടല്ല, കുടുംബ യൂണിറ്റിന്റെ പരിപാടിക്കും പാടും. പിന്നെ 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 കുറെ നാൾ അങ്ങനെ പാട്ടിലായിരുന്നു. പിന്നെ ഈ അടുത്തിടെ പാട്ടല്ല, ഈ 10ാം ക്ലാസ്സിന്റെ പരീക്ഷയില് അത് പോവാൻ വേണ്ടിട്ട് ഇങ്ങനെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുമ്പോ ചുമ്മാ റീൽസ് ചെയ്യായിരുന്നു, ഡബ് സ്മാഷ് പോലത്തെ റീൽസ് ഇല്ലേ, അതേപോലെ ചെയ്യും. അപ്പൊ അത് ചെയ്ത് പിന്നെ 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 പാട്ടൊക്കെ ഇങ്ങനെ പാടിയിട്ട് ചെയ്ത് നോക്കി. അങ്ങനെയാണ് ക്ലിക്കായത്. ക്ലിക്കാവുന്ന ചെയ്തൊന്നുമല്ല, പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ക്ലിക്കായി പോയി. ഇപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലേ, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. എല്ലാവരും മെസ്സേജ് ഒക്കെ അയച്ച് വിളിക്കുന്നവരൊക്കെ ഉണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെ എല്ലാം നന്നായിട്ട്. വീഡിയോ ഒക്കെ സ്വന്തമായിട്ട് തന്നെയല്ലേ എടുക്കുന്നത്? വീഡിയോ ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്നത്, വേറെ ആരും എടുക്കാറുണ്ട്.